പ്രജിത, എന്താണ് ഈ അബ്രഹാം കരാർ? പിന്നെ അതിലൊരു സംശയം എന്ന് പറയുന്നത്, ഈ US-ന്റെ നേതൃത്വത്തിൽ ഇസ്രയേലും മറ്റൊരു മുസ്ലിം കൺട്രിയും ഇതിൽ ചേരുന്നുണ്ട് എന്നറിയുന്നു. അപ്പൊ എന്താണ് ഈ അബ്രഹാം കരാർ എന്ന് പറയാമോ? അതായത് അയ്യപ്പദാസ് ഇപ്പൊ ചോദിച്ചതുപോലെ ട്രംപിന്റെ 2020 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒരു പ്രധാന സമാധാന കരാർ ആരംഭിച്ചിരുന്നു. ഈ ആരംഭിച്ച കരാറാണ് അബ്രഹാം കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കരാറിൽ കുറച്ച് മുസ്ലിം രാജ്യങ്ങളാണ് ഉള്ളത്. ഈ മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലുമായിട്ട് എങ്ങനെയാണ് അവരുടെ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ചുറ്റിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിലൊരു നയതന്ത്രപരമായിട്ട് അതിനൊരു ഇസ്രായേലിനോട് സപ്പോർട്ടീവായിട്ട് എങ്ങനെ നിൽക്കാം എന്നുള്ളത് ചേർത്തുകൊണ്ടാണ് ഈ ഒരു കരാർ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇതിൽ കരാറിൽ ഇപ്പോൾ പറഞ്ഞ ഒരു രാജ്യം എന്ന് പറയുന്നത് മൗറിറ്റാനിയ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. അപ്പോൾ ആ കരാറിൽ ആ രാജ്യം കൂടി വരുമ്പോൾ ഇതിൽ എണ്ണം, അതായത് ഇപ്പോൾ നിലവിലുള്ള രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 മാറും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികളാണ് ഇപ്പോൾ US പ്രസിഡന്റും ഇസ്രായേലും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇറാനും എതിരായിട്ടാണ്. അത് 12 ദിവസത്തെ വാറായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് വലിയ രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഈ ഒരു ആക്രമണം വേണമോ വേണ്ടയോ എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ UAE, മൊറോക്കോ, ബഹ്റൈൻ, സുഡാൻ എന്നിവയൊക്കെ ഈ കരാറിലേക്ക് ചേർന്നിട്ടുണ്ട്. അപ്പോൾ പലസ്തീനുമായിട്ടുള്ള ദീർഘകാല സംഘർഷം കാരണം പല മുസ്ലിം രാഷ്ട്രങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയതുകൊണ്ട് ഇതൊരു വലിയ ഈ ഒരു കരാർ വലിയ ചുവടുവെപ്പായിട്ട് കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ മൗറിറ്റാനിയയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. മൗറിറ്റാനിയ എന്ന് പറയുന്നതും അറബ് ലീഗിലെ അംഗം തന്നെയാണ്. അപ്പോൾ അവരും കൂടി ഈ കരാറിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാമിക ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഈ കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഇസ്രായേലോ US-ഓ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുകയോ തനിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ അബ്രഹാം ഉടമ്പടി എന്നുള്ളത്. ഈ ഉടമ്പടി എന്നത് ഇസ്രായേലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതായത് UAE-യും ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു സമാധാന ഉടമ്പടിയാണ്. 2020 സെപ്റ്റംബറിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഉടമ്പടി പ്രകാരം ഇസ്രായേലും UAE-യും ബഹ്റൈനും തമ്മിൽ നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങൾ സ്ഥാപിക്കുകയും വ്യാപാരം, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടാതെ ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾക്ക് ഇസ്രായേലിലെ പുരാതന സ്മാരകങ്ങളുണ്ട്. അത് ഈ വിഭജിച്ചു പോയത് വേറൊരു കഥയാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഇസ്രായേലുമായി ചേർന്ന് കിടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അൽ അക്സ പള്ളിയാണ്. ഈ അൽ അക്സ പള്ളിയിൽ പോകുന്നതിനൊക്കെയുള്ള ഒരു കുറച്ചുകൂടി ഈസിയർ ആയിട്ട് അവർക്ക് പോയി വരാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ എബ്രഹാം ഉടമ്പടി എന്ന് പറയുന്നത് ഇസ്രായേലും UAE-യും ബഹ്റൈനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ഒരു കൂട്ടം കരാറുകളാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുക. രണ്ടാമതെന്ന് പറയുന്നത് നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങൾ സ്ഥാപിക്കുക. മറ്റൊന്ന് വ്യാപാരം, ടൂറിസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുക. മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും മെച്ചപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മൗറിറ്റാനിയ നേതാവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ട്രംപിന്റെ അനുവാദം ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു US ആഫ്രിക്ക ഉച്ചകോടി, ഒരു സമ്മിറ്റ് വരുന്നുണ്ട്. ആ സമ്മിറ്റ് വരുന്നതിന് മുൻപാണ് ഈ ഒരു കാര്യം കൂടി അവിടെ നടക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ മൗറിറ്റാനിയ കൂടി ഔദ്യോഗികമായിട്ട് ഈ ഒരു അബ്രഹാം കരാറിലേക്ക് ചേരുകയാണെങ്കിൽ ഇസ്രായേലും മുസ്ലിം ലോകരാഷ്ട്രങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധം
മാറ്റുന്നതിനുള്ള വലിയ രീതിയിലുള്ള ഒരു ചുവടുവെപ്പായിട്ട് മാറി. അപ്പോൾ മൗറിറ്റാനിയ നേതാവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വരാനിരിക്കുന്ന കൂടിക്കാഴ്ച അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നർത്ഥം. ഈ ട്രംപിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അനുസരിച്ച് ട്രംപ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. സിറിയയ്ക്ക് എന്താ പറയാ, സിറിയ കൂടി ഈ കരാറിൽ ചേരാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സിറിയ ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് അവിടെ ഒരു പാവ ഭരണകൂടമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നടപ്പാകുമ്പോൾ സിറിയയുടെ മേലുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും അവിടെ പിൻവലിക്കുന്നുണ്ട്. നേരത്തെ സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷാറ സൗദി അറേബ്യയിലെ നേതാക്കളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ്, ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പോകില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മുഖാവരണം മാത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റൂ. കാരണം ഈ അൽഷാം എന്ന് പറഞ്ഞ് പേര് മാറ്റി വന്നിരിക്കുന്ന ഈ അൽഷാറയുടെ പാർട്ടി എന്ന് പറയുന്നത് ISIS മുഖം മാറ്റിയതാണ്. അവരുടെ പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും അത് എവിടെ വരെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അപ്പോൾ ട്രംപിന്റെ ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സിറിയയെ കൂടി ഇസ്രായേലുമായി ചേർന്ന് കൂടുതൽ അടുപ്പിക്കുന്നതിനും അബ്രഹാം ഉടമ്പടികൾ പ്രകാരമുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുമൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ മൗറിറ്റാനിയ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യം 2010 ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഈ മൗറിറ്റാനിയ. അപ്പോൾ ആ മൗറിറ്റാനിയ അബ്രഹാം കരാറിലേക്ക് ചേരുകയാണെങ്കിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ രീതിയിൽ ഈ വ്യാപാരപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഒക്കെ വലിയ രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ അത് അവരുടെ മൂല്യം, ഈ 2 രാജ്യങ്ങളുടെ കൂടി മൂല്യങ്ങളൊക്കെ ഉയർത്തുന്നതിന് കൂടി ബാധകമായി തീരും. അപ്പോൾ ഈ അബ്രഹാം ഉടമ്പടി ഉടൻ തന്നെ വിപുലീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസിൽ നിന്നൊക്കെ നേരത്തെ തന്നെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇത് ഏത് തരത്തിലായിരിക്കും, ഇത് ഏതൊരു രാജ്യമായിട്ടായിരിക്കും എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. അപ്പോൾ കൂടുതൽ രാജ്യങ്ങളെയൊക്കെ ഈ കരാറിലേക്ക് സ്വാഗതം ചെയ്ത് അവരെ കൂടി അടുപ്പിച്ചുകൊണ്ട് വിപുലമായ വലിയ രീതിയിലുള്ള ഒരു മുസ്ലിം ലോകരാഷ്ട്രങ്ങളെ മുൻനിർത്തിയ ഒരു ട്രെൻഡ് എന്താ പറയുക, അവരുമായി മുൻനിർത്തിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു മാസ് മൂവ് നടത്താനായിരിക്കും. അപ്പോൾ ഈ കരാറിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കരാറിലുള്ള രാജ്യങ്ങൾക്കൊന്നും ഭീകരവാദമോ അത്തരത്തിലുള്ള പ്രവർത്തികളോ നടത്താൻ കഴിയില്ല. ഇസ്രായേലിന് നേരെ ഈ കരാറിൽ നിൽക്കുമ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ, അന്താരാഷ്ട്ര തലത്തിൽ അത് വേറെ രീതിയിൽ തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ച വൈകുന്നേരമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യസ്ഥതയിൽ ഈ വൈറ്റ് ഹൗസിൽ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അവർക്കും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൗറിറ്റാനിയ എന്നാണ് പറയുക, ആ മൗറിറ്റാനിയക്കും താല്പര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഗാബൺ, ഗിനിയ ബിസാവു, ലൈബീരിയ, സെനഗൽ എന്നീ 4 പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു മിനി US ആഫ്രിക്ക ഉച്ചകോടിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉച്ചകോടിക്കിടെ മൗറിറ്റാനിയ പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഔൾഡ് ഗസൗനി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ടാണ് ചർച്ച നടത്താൻ പോകുന്നത്. അപ്പോൾ അറബ് ലീഗിൽ അംഗമായിട്ടുള്ള മൗറിറ്റാനിയ 1ാം ഗാസ യുദ്ധത്തിന് മറുപടിയായിട്ടാണ് 2019 ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. അപ്പം ആ ഒരു ഭൂഖണ്ഡത്തിൽ ഉടനീളം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്താ പറയുക, അത് വളരെ സാധാരണ നിലയിലേക്കൊക്കെ ആക്കാനും സാമ്പത്തിക പങ്കാളിത്തമൊക്കെ വികസിപ്പിക്കാനുമൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ്, സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ രാഷ്ട്രപതി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത എന്താ പറയുക, അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ മാറ്റി നിർത്തിവെച്ചിട്ടില്ലാത്ത 9 ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇപ്പോഴുണ്ട്. അതായത് അൾജീരിയ, കൊമോറോസ്, ജിബൂട്ടി, ലിബിയ, സൊമാലിയ, പിന്നെ മാലി, മൗറിറ്റാനിയ, നൈജർ. ഇവരൊന്നും ഈ ഇസ്രായേലിൻ്റെ രാഷ്ട്രപദവി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ യുദ്ധം ഉണ്ടായതിന് ശേഷം സൗദിയുമായിട്ട് കുഴപ്പമില്ലാതൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ
ഇസ്രായേലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് സംസാര വിഷയം വരുമ്പോൾ അധികം സംസാരിക്കുന്നില്ല. അതൊരു പക്ഷേ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ടായിരിക്കാം, മുസ്ലിം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ പക്ഷെ ആ സമയത്ത് ഇത് ഇങ്ങനെ ഒരു പിന്നോക്കം പോക്ക്, സൗദിയുടെ ഒരു പിന്നോക്കം പോക്കിലേക്ക് പോകുന്നത് അത്ര സുഖകരമല്ലാത്തതായിട്ട് ഇസ്രായേലിനും US-നും കൂടി തോന്നിയിട്ടുണ്ട്. കാരണം സൗദി പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സഖ്യത്തിലായിട്ട് നിൽക്കുന്ന പല രാഷ്ട്രങ്ങളും പിൻവലിയാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പൊ ഒരെണ്ണം പിൻവലിയുമ്പോൾ മറ്റൊന്ന് അവിടെ ഉണ്ടാകണം. ആ ഒരു രീതിയിലുള്ള മാസ്റ്റർ പ്ലാൻ ആയിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വൈറ്റ് ഹൗസിൽ കളമൊരുക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.